ഇതില് വോയിസ് വരില്ലല്ലോ ഈ വീഡിയോയില്. ഹലോ എവരിബഡി, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അജയൻ ഭാരത് യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഖത്തറിലാണ് ഉള്ളത്. ഇവിടുന്ന് 1 മണിക്കായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പുലർച്ചെ മിഡ്നൈറ്റ് 1 PM നമ്മുടെ 1 AM നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആണോ നമ്മുടെ ആ ഫ്ലൈറ്റ് ഡിലേ ആണ്. അപ്പോൾ ഖത്തർ എയർവേസിന് നമുക്ക് ഇവിടെ റൂം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൂമിലാണ് ഉള്ളത്. റൂമിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴത്തോട്ട് പോവുകയാണ്. ഡോവി ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആളുടെ സെക്കൻഡ് കൺട്രിയാണ്. പാസ്പോർട്ടിൽ വിസ വീണിട്ടുണ്ട്. വിസ 1 വീക്കിനല്ലേ, 1 വീക്കിന് ഖത്തറിന്റെ വിസ വീണിട്ടുണ്ട്. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതിന് ശേഷം റൂം ടൂർ കാണിക്കാം. ഓക്കെ, ബൈ. സ്വർണ്ണ ലിഫ്റ്റ്. ഈ ചൈനയിലെ ഇതിലൊക്കെ ഉണ്ടാവില്ലേ, ചൈനീസിന്റെ ഡ്രാഗൺസ് ഒക്കെ ഇതുപോലെ ഉണ്ട് ഈ ലിഫ്റ്റ് കാണാനായിട്ട്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഖത്തറിൽ വരുന്നത്. ട്രാൻസിറ്റ് പോലും ഞാൻ ഖത്തറിൽ വന്നിട്ടില്ല. അപ്പൊ എന്റെ 8ാമത്തെ കൺട്രി, ഡുവിയുടെ സെക്കൻഡ് കൺട്രി. പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് നേരെ ബോർഡിങ് കഴിഞ്ഞ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീയിൽ പോയി വല്ലതൊക്കെ പർച്ചേസ് ചെയ്ത് നേരെ ഫ്ലൈറ്റ് കയറാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ട്വിസ്റ്റ്, കോയിൻസിഡൻസ്, കാര്യങ്ങളൊക്കെ ആകെ മാറി വന്നത്. നമ്മളിപ്പോ ഇവിടെ മെസ് ഹാളിൽ വന്നതാണ് കേട്ടോ. അപ്പൊ say hi please. We talking our local language. Don't mind please. Your name? My name is Grace Wanjirongure. I'm a waitress here in Town Hotel. You're from Kenya. Oh, Kenya. We are. Your name once more please, once again. Grace Wanjirongure. Grace. Grace, what she told. അതാണ് എന്റെ പേര്. എനിക്കും കറക്റ്റ് ആയിട്ട്. Anyways, it's nice name and it's amazing. First time I'm hearing this beautiful name. Thank you. She can't able to pronunciation. That's a problem. I like Anyways, it's amazing. So, what are the special items you prepared for us? This is apple juice. Apple juice. This is Americano or black. For 2 days throughout the flight, നമ്മൾ ആപ്പിൾ ജ്യൂസ് ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. This is hot milk and hot water. We have coffee here, sugar. I want something heavy. Let's go for the breakfast. Here we have food, madam, and it's like beans. Beans. Yeah, and then we have sausages, chicken sausage. Okay. Yeah. And then here we have baked beans and potatoes. Potato. Okay. Yep. And here we have, this is dal, vegetable dal. Dal. Food, yeah. Okay. And then this is paratha. Okay. Then we have bread, kubus, croissants, butter, honey, jam. This is cheese. This is green vegetable salad. And then this is mixed salad, cucumbers. This is the dressing for the salad. This is labna cheese. This is eggplant. This is eggplant. Yeah, eggplant. Brinjal. Brinjal ആണ്. Brinjal, right? Yeah, like that. And then this just pickles. And then there is some this, yeah. And then some fruits and then some. Yeah, very very. Thank you so much. Thank you so much. Actually, I expected some Indian food. No Indian food? Let me just confirm for the chef. Hindi food നമ്മുടെ കിട്ടില്ല. Indian food കഴിക്കാൻ 8-9 മാസമായിട്ട് ഞാൻ. She is waiting for Indian food. We are coming from Morocco. So in that country, no such foods. Let me just try to confirm the chef until they can make some. മെസ് ഹാളിലേക്ക് കയറിയപ്പോൾ ഏതോ ഒരു കറിയുടെ സ്മെല്ല് അടിച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാമ്പാറാണെന്ന് തോന്നുന്നു. ആ, സാമ്പാറും ദോശയും തോന്നുന്നു എന്ന് പറഞ്ഞ് ഓടിച്ചാടി വന്നതാ. ഇവിടെ അതൊന്നുമില്ല. അപ്പൊ എന്തായാലും കഴിക്കട്ടെ. ഓക്കെ. ഡുവീനെ നമ്മൾ ഈ ടേബിളിന്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വല്ലതും കഴിച്ചിട്ട് കാണാം. ആളിങ്ങനെ ചിണുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി തുടങ്ങി. എന്തൊക്കെയാ എടുത്തേ? dal curry, sausage. I requested her to bring Indian rice and curry.
ഞാൻ പറഞ്ഞു. കൊണ്ടുപോകാം. യെസ്, ഷീ അഗ്രീഡ്. ഞാൻ നോക്കടാ, അച്ഛൻ മമ്മിച്ച് തരാതെ വേഗം വേഗം കഴിക്കുക. ഇന്ത്യൻ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ സ്പെഷ്യലി ഷെഫിനോട് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വരികയാണ്. റൈസ്, വെജിറ്റബിൾ കറി, സ്പൈസി ഓംലേറ്റ്. You need one more spicy omelette? No, enough. Thank you so much. Welcome. എല്ലാം കൂടെ കൂട്ടിയൊരു പിടി പിടിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റൂമിലോട്ട് പോവാണ്. റൂമിച്ച് പോവാടാ, റൂമിച്ച് പോവാടാ. കൈ എടുത്ത് പൊക്കരുത് കേട്ടോ. നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നു. ഇത് ആക്ച്വലി എയർപോർട്ട് ഹോട്ടലാണ് കേട്ടോ. ഇവരുടെ ഷട്ടിൽ ബസ്സൊക്കെ എയർപോർട്ടിലുണ്ട്. അപ്പൊ ഫ്ലൈറ്റ് ഒക്കെ ഡിലേ ആവുന്ന ക്ലയൻസിന് ഖത്തർ എയർവേസ് ഇറ്റ്സെൽഫ് ബുക്ക് ചെയ്ത് കൊടുക്കുന്ന റൂംസ് ആണ് ഇവിടെ ഉള്ളത് എന്ന് ഞാൻ അങ്ങോട്ട് ഊഹിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ റൂം 402. റൂം അധികം അലമ്പാവുന്നതിന് മുന്നേ റൂം ടൂർ അങ്ങോട്ട് കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി ആദ്യം മുതൽ അത് വൃത്തിയാക്കാൻ നിൽക്കണം. കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു കബോർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. അവിടെ ഇതുപോലെ TV, ഇരിക്കാനൊരു ചെറിയ സെറ്റപ്പ്, പിന്നെ ടെലിഫോൺ, പിന്നെ ലാർജ് ഗ്ലാസിൻ്റെ വിൻഡോ ഉണ്ടായിരുന്നു. അതിലെ കേട്ടൻ മാറ്റി കഴിഞ്ഞാൽ റോഡിലുള്ള വ്യൂസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. വ്യൂ വാസ് സൂപ്പർ. നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ സെയിം ബെഡ്റൂമിലും ഗ്ലാസിൻ്റെ വിൻഡോ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഞങ്ങൾ പോരാൻ നേരം ആയപ്പോഴാണ് ഞാൻ ഈ ബെഡ്റൂമിൻ്റെ വീഡിയോ എടുത്തത്. അത് കാരണം മൊത്തം അലമ്പാണ്. ഡുവീനെ കാണാനായിട്ട് നമ്മുടെ മാമനും ഏട്ടായുടെ കുറച്ച് ഫ്രണ്ട്സും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ താഴെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഏട്ടായി അവരെ കൂട്ടാൻ പോയി. അതൊക്കെ നോക്കിയാണ് ഞാൻ ഡുവീനെയും വെച്ച് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൽ മാമൻ്റെ കൂടെയുള്ള വീഡിയോ മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ലിവിങ് ഏരിയയിൽ സെയിം പോലെയുള്ള ബെഡ്റൂമിലെ ഗ്ലാസ് വിൻഡോ. സെയിം തന്നെ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ റോഡിലെ വ്യൂസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഞാനും ഡുവി അവിടെ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഡുവി വാസ് സൂപ്പർ ഹാപ്പി, ഒന്നും പറയാനില്ല. ഡുവി ശരിക്കും ട്രിപ്പെല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ വാഷ്റൂം. ഞാനിത് കാണിക്കാൻ നിന്നപ്പോഴേക്കും ഡുവി എണീറ്റ് കരച്ചിലായി. ഞാൻ വേഗം ഡുവീനെ എടുത്തിട്ട് വരാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ റൂം. ഡുവി കാണുന്നുണ്ടോ പൊന്നെ? മാമ ഒരു ഹായ് പറഞ്ഞ, ഒരു ഹായ് പറഞ്ഞ. നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് ആദമ്മിനെ എടുത്തത് നമ്മുടെ മാമൻ. ഇതാണ് നമ്മുടെ മാമൻ ഫസ്റ്റ്. അച്ചാച്ചൻ ഞങ്ങള് റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് എല്ലാ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഡുവി ഇത് അവിടെ റെഡിയാണ്. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടെ എയർപോർട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ.